എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫലദീപികയിലെ ഒരു ശ്ലോകമാണ് നോക്കുന്നത്. അതായത് യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തേക്കും വ്യാഴം മാറി വ്യാഴത്തിൻ്റെ ഫലം ഇന്നതാണ്, അല്ലെങ്കിൽ രാഹു മാറി കേതു മാറി ശനി മാറി എന്നൊക്കെ പറയുന്ന ഇത് ഈ ഗ്രന്ഥത്തിൽ നിന്നും ഒക്കെ എടുത്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ തത്വങ്ങളൊക്കെ ഫലദീപികയിൽ ഉണ്ട്. അതാണ് 26-ാം അധ്യായം ഗോചരഫല പ്രകരണം എന്ന് പറയുന്നത്. അതിൽ ഈ ശ്ലോകം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ലഗ്നങ്ങൾ പലതുണ്ടെങ്കിലും ഗോചരഫലത്തിന് പ്രധാനമായിട്ടും ചന്ദ്രലഗ്നമാണ്, അതായത് നമ്മുടെ നക്ഷത്രമാണ്. അതുകൊണ്ട് ചന്ദ്രലഗ്നം തുടങ്ങി തൽക്കാലത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കി ചാരഫലം പറയണം. അതിൻ്റെ പോയിൻ്റ് ഇതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ തന്നെയുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ഉണ്ട്. അത് വേണ്ടവർ വാട്സാപ്പ് ചെയ്യുക, നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ആദിത്യൻ രാഹു ഇവർ നമ്മുടെ നക്ഷത്രത്തിൽ നിന്നും 6, 3, 10, 11 ഈ ഭാവങ്ങളിലും, ബാക്കി ചന്ദ്രൻ 1, 3, 10, 6, 7, 11 ഭാവങ്ങളിലും, വ്യാഴം 7, 9, 2, 5, 11 ഭാവങ്ങളിലും, ചൊവ്വ ശനി ഇവർ 3, 6, 11 ഭാവങ്ങളിലും, ബുധൻ 6, 2, 4, 10, 8, 11 ഭാവങ്ങളിലും, ശുക്രൻ 1, 2, 3, 4, 5, 8, 9, 11, 12 ഈ ഭാവങ്ങളിലും ഗോചരവശാൽ വരുന്ന കാലങ്ങൾ ശുഭകരമായിരിക്കും. അത് പറയപ്പെടാത്ത ഭാവങ്ങളിൽ ചന്ദ്രലഗ്നാൽ, അതായത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ലഗ്നാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം ശോഭനമല്ല എന്ന് സാരം. ഈ ഫലം പറയുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് പറയും, പക്ഷേ ജ്യോതിഷം പഠിച്ചവർ അങ്ങനെ പറയണം എന്നില്ല. ഇതിപ്പോൾ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് പറയാം. അതിൽ ഈ ഇതുണ്ടോ, വേദം സംഭവിക്കുക സൂര്യഗോചരം ഉള്ള സമയത്ത്, അതായത് ആദ്യത്തിനും നമ്മൾ ആദ്യമേ പറഞ്ഞു 3, 6, 10, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഫലം ശോഭനമായിരിക്കും. പക്ഷേ അതേസമയം 9, 12, 4, 5 ഭാവങ്ങളിൽ ശനി ഒഴിച്ചുള്ള ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഫലം ശുഭകരമായി വരികയില്ല. അതായത് ശനി അവിടെ നിന്നാൽ മാത്രമേ അത് ശുഭകരമാവുകയുള്ളൂ എന്ന് സാരം. അതായത് ലളിതമായി പറഞ്ഞ ആദിത്യൻ നമ്മുടെ നക്ഷത്രത്തിൻ്റെ 11-ൽ നിൽക്കുന്ന കാലത്ത് ശനിയല്ലാത്ത ഏതെങ്കിലും ഗ്രഹങ്ങൾ, അതായത് ചന്ദ്രൻ, കുജൻ, ചൊവ്വ ഇത്യാദികളെല്ലാം, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, രാഹു, കേതുകൾ ഇവരാരേലും 5-ൽ നിന്നാൽ ആ ആദിത്യം നൽകുന്ന ശുഭഫലം നമുക്ക് നൽകുകയില്ല എന്ന് സാരം. അടുത്തത് നമുക്ക് നോക്കാം. അപ്പം ആ നിയമം ഇവിടെയും പറഞ്ഞല്ലോ. ചന്ദ്രന് 1, 3, 6, 7, 10, 11 ഭാവങ്ങളിൽ നിന്നാൽ ശുഭകാലമാണ്. പക്ഷേ അതിന് ഭേദം സംഭവിക്കുക ഈ കാലങ്ങളിൽ ബുധൻ ഒഴിച്ചുള്ള ഗ്രഹങ്ങളിലാരും യഥാക്രമം 5, 9, 12, 2, 4, 8 ഈ ഭാവങ്ങളിൽ നിന്നാൽ ശുഭഫലം നൽകുന്നതല്ല. അത് ഉദാഹരണ ജാതക സഹിതം അല്ലെങ്കിൽ ഉദാഹരണ ഗ്രഹനില സഹിതം നമ്മുടെ വീഡിയോയിലുണ്ട്. ആവശ്യമെങ്കിൽ പറയുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗോചരഫലം പറയാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്തതാണ് കുജ ശനി ഗോചരം. കുജനും ശനിക്കും പറഞ്ഞല്ലോ 3, 6, 11. അതിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഗ്രഹങ്ങൾ 12, 9, 5 ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ ശുഭഫലം അനുഭവിക്കില്ല. ശനിയുടെ ഫലവും ഇതേപോലെ തന്നെയാണ്. ശനിക്കും ചൊവ്വയ്ക്കും ഒരേ ഗോചരഫലം തന്നെയാണ്. 3, 6, 11 ശുഭസ്ഥാനങ്ങൾ. പക്ഷേ അപ്പോൾ അതിന് വേദം സംഭവിക്കേണ്ട സ്ഥാനങ്ങൾ 12, 9, 5 ശനി വരുമ്പോൾ യഥാക്രമം ഇപ്പോൾ സൂര്യൻ്റെ ഗോചരം നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ശനിയുടെ ചിന്തിക്കുമ്പോൾ സൂര്യനൊഴിച്ചുള്ള ഗ്രഹങ്ങൾ വന്നാൽ ശുഭകാലം നൽകുകയില്ല എന്ന് സാരം. അടുത്തത് ബുധൻ്റെ ഗോചരഫലമാണ്. എന്താ ഇവിടെ ബുധൻ 2, 4, 6, 8, 10, 11 ഭാവങ്ങളിൽ നിന്നാൽ ശുഭം. എന്നാൽ ചന്ദ്രനൊഴിച്ചുള്ള ഗ്രഹങ്ങൾ യഥാക്രമം 5, 3, 9, 1, 8, 11 ഈ സ്ഥാനങ്ങളിൽ വരുമ്പോൾ ശുഭം അനുഭവിക്കുകയില്ല. അടുത്തത് വ്യാഴത്തിൻ്റെയാണ്. വ്യാഴത്തിന് 2, 5, 7, 9, 11 ഭാവങ്ങളിൽ നിന്നാൽ, നക്ഷത്രത്തിൻ്റെ ഭാവങ്ങളിൽ നിന്നാൽ ശുഭമാണ്. എന്നാൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടത്തിൽ യഥാക്രമം
12, 4, 3, 1, 10, 8 ഈ ഭാവങ്ങളിൽ യാതൊരു ഗ്രഹവും ഉണ്ടായിരുന്നതിൽ ശുഭഫലം കിട്ടുകയില്ല എന്ന് സാരം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ശുക്രനാണ്. ശുക്രൻ്റെ ഗോചരഫലം ഇതാണ്. ശുക്രൻ്റെ ശുഭസ്ഥാനങ്ങൾ 1, 2, 3, 4, 5, 8, 9, 11, 12 ഈ ഭാവങ്ങളിൽ ശുക്രൻ ശുഭഫലത്തെ ചെയ്യും. എന്നാൽ അക്കാലങ്ങളിൽ മറ്റുള്ള ഭാവങ്ങളെ 3, 7, 1, 10, 9, 5, 11, 3, 6 ഈ ഭാവങ്ങളിൽ യഥാക്രമം മറ്റ് ഗ്രഹങ്ങളരുത് എന്ന് സാരം. ഇങ്ങനെയാണ് നമ്മൾ ഗോചരഫലങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഒന്നും അറിയത്തില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അത് പഠിക്കാനുള്ള വളരെ ലളിതമായ രീതിയിൽ ജ്യോതിഷം പഠിക്കുവാനുള്ള ഞങ്ങളുടെ ശങ്കര വിദ്യാപീഠം ആലുവ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അതല്ല, ഈ ഗോചരഫലത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനാശംസകൾ.